കാനത്തിൽ ജമീല എംഎൽഎയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അനീസ്, ഏകദേശം 8:40 കൂടിയിട്ടാണ് കാനത്തിൽ ജമീലയുടെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുള്ളൂ. മൃതദേഹം എപ്പോഴാണ് അവിടെ നിന്ന് മാറ്റുന്നത്? അപ്പം ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടോ അനീസ്? തീർച്ചയായും ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ് സംസാരിക്കുന്ന സമയത്ത് അത് സംബന്ധിച്ച വ്യക്തമായ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ മരിച്ച കാനത്തിൽ ജമീലയുടെ മകൻ വിദേശത്ത് നിന്ന് എത്താനുള്ളത് കൊണ്ടാണ് ചൊവ്വാഴ്ചയിലേക്ക് സംസ്കാരം ചടങ്ങുകൾ മാറ്റിയിട്ടുള്ളത്. അതായത് 2-ാം തീയതി ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ പൊതുദർശനം ഉണ്ടാകും. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അന്ന് 2-ാം തീയതിയാണ് മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം രാത്രി 8:40 കൂടിയാണ് കാനത്തിൽ ജമീല മരിച്ചത്. ആ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമൊക്കെയായി നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോഴും ഈ ആശുപത്രി പരിസരത്തേക്ക് ആളുകൾ, നേതാക്കൾ, പ്രവർത്തകർ, സാധാരണക്കാരായ ആളുകളൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ വൈകിയ വേളയിലും നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത്. കാനത്തിൽ ജമീലയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങി MLA ആയിരിക്കുമ്പോൾ മരണത്തിന് കീഴടങ്ങിയ ഒരു പ്രവർത്തകയാണ്. എന്തായാലും ആ ഒരു സ്നേഹവായ്പ് നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക്, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഏതായാലും കാനത്തിൽ ജമീല മരിച്ചു എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ ഈ പ്രദേശത്തേക്ക്, ഈ ആശുപത്രി പരിസരത്തേക്ക് ഒഴുകിയെത്തിയ ആളുകൾ അവരെ എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എന്നതിന്റെ നേർ സാക്ഷ്യം ആവുകയായിരുന്നു. കാനത്തിൽ ജമീല താഴെത്തട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ കുടുംബശ്രീ സംഘാടനത്തിലൂടെ കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ LIC ഏജന്റായി പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് പടിപടിയായി കയറി വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു കാനത്തിൽ ജമീല. മുസ്ലിം സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക. അവർ 60-ാം വയസ്സിൽ 59 വയസ്സ് പിന്നിടുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുന്നത്. അവർ കൊയിലാണ്ടി MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ 2021 കൊയിലാണ്ടി MLA ആവുന്നത്. അതിനു മുമ്പ് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർ ഈ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് അവർ MLA ആയി വിജയിച്ചു. ഇപ്പോൾ അല്പസമയം മുമ്പ് അവരോട് എതിരാളിയായി മത്സരിച്ച ആൾ പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ ശക്തമായി എതിരിട്ട് മത്സരിക്കുമ്പോൾ പോലും വ്യക്തിബന്ധം വലിയ തരത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ്. ആ ഒരു കാര്യം എല്ലാവരും ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. കാനത്തിൽ ജമീല എന്ന പേരിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് സൗമ്യത എന്നത്. അവരുടെ ഏറ്റവും എടുത്തു പറയുന്ന മുഖമുദ്ര എന്ന് പറയുന്നത് സൗമ്യതയായിരുന്നു. അവർ ഒരിക്കലും ഒരു തവണ പോലും പ്രകോപിതയാവുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തതായി ആരുടെയും ഓർമ്മയിലില്ല. അങ്ങനെ പൂർണ്ണമായും ജനങ്ങൾക്ക്, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു സൗഹൃദം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. KK രമ MLA അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യവും, നിയമസഭയിൽ വലിയ ശക്തമായി തന്റെ ചില നിലപാടുകൾക്കെതിരെയൊക്കെ അവർ സംസാരിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ MLA ക്യാൻറ്റീനിൽ നിന്നോ മറ്റൊക്കെ ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ പോകുന്നത് ഒരുമിച്ചാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. വ്യക്തിപരമായ പ്രയാസങ്ങളിലൊക്കെയും പരസ്പരം സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ കാനത്തിൽ ജമീലക്ക് കഴിഞ്ഞിരുന്നു. അവരാണ് ഇപ്പോൾ 60-ാം വയസ്സിൽ അല്ലെങ്കിൽ 59 വയസ്സ് പിന്നിടുന്ന സമയത്ത് അർബുദത്തിന് കീഴടങ്ങുന്നത്. അർബുദം അവർക്ക് കണ്ടെത്തുന്ന സന്ദർഭത്തിൽ തന്നെയും 4-ാം ഘട്ടത്തിലായിരുന്നു. അതായത് അർബുദത്തിന്റെ 4th സ്റ്റേജിലായിരുന്നു. 4th സ്റ്റേജിൽ സാധാരണഗതിയിൽ റിക്കവറി സാധ്യത ഒരിക്കലും ഇല്ലാത്ത ഒരു ഘട്ടമാണ്. ആ സമയത്ത് പോലും അത് കണ്ടെത്തിയപ്പോൾ പോലും അവർ ഒരിക്കലും തളർന്നിരുന്നില്ല. ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നപ്പോൾ പോലും മാനസികമായി നല്ല കരുത്തുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അവർ രോഗബാധിതയായിരിക്കുന്ന സമയത്ത് പോലും അവർ ഇത്തരം നിയമസഭയിൽ അവർ രോഗബാധിതയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ നിയമസഭയിൽ അവസാന പ്രസംഗത്തിനെത്തുന്നത്. വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രസംഗം കൂടിയായിരുന്നു. അതേക്കുറിച്ച് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പക്ഷേ തൻ്റെ അവസാനത്തെ നിയമസഭാ പ്രസംഗമായിരിക്കും എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് ആ പ്രസംഗം നടത്തിയത് എന്നൊക്കെ പറയുന്നത്
പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തോട് സഹപ്രവർത്തകർ, ഇപ്പോൾ മന്ത്രി റിയാസ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ഇത് അറിഞ്ഞ പശ്ചാത്തലത്തിൽ താങ്കൾ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ, തിരുവനന്തപുരത്തേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഇതൊരു പക്ഷേ എൻ്റെ അവസാന പ്രസംഗമായിരിക്കും, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തതാണ്, ഇതെനിക്ക് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവസാന ഘട്ടം വരെയും അവസാന സമയം വരെയും ജീവിതം സമർപ്പിച്ച, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയൊക്കെ സമർപ്പിത ജീവിതമായിരുന്നു കാനത്തിൽ ജമീലയുടേത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പാർട്ടി പ്രവർത്തകരും കുടുംബക്കാരും നാട്ടുകാരും ഈ MLA ആയിരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ആളുകളൊക്കെയും വലിയ സ്നേഹവായ്പോടു കൂടിയാണ് കാനത്തിൽ ജമീലയെ ഓർക്കുന്നത്. പരിചയപ്പെടുന്ന ആരെയും നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നർത്ഥത്തിൽ അവർ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ അവർ നമ്പർ സേവ് ചെയ്യുകയും ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഏറ്റവും അവസാന സന്ദർഭങ്ങളിലൊക്കെ അവർ മെസ്സേജ് അയക്കുകയും സന്ദേശങ്ങൾ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തകയായിരുന്നു. അങ്ങനെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ അനിതര സാധാരണമായ വൈദഗ്ധ്യം അവർ കാഴ്ചവെച്ചിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ആ ഒരു കാനത്തിൽ ജമീലയുടെ നഷ്ടം എന്ന് പറയുന്നത് ആ പാർട്ടി പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ വലിയ നഷ്ടമായി തന്നെയാണുള്ളത്.